ശിവഗിരി തീർത്ഥാടനം. കോട്ടയം നാഗമ്പടം ക്ഷേത്രസന്നിധിയിൽ വെച്ച് ശ്രീനാരായണ ഗുരു തൻ്റെ അനുയായികൾക്ക് നൽകിയ അനുവാദവും അനുഗ്രഹവുമാണ് ശിവഗിരി തീർത്ഥാടനം. തീർത്ഥാടനത്തിനെത്തുന്നവർ കഠിന വ്രതങ്ങളൊന്നും സ്വീകരിക്കണമെന്നില്ല എന്ന് അരുൾ ചെയ്തു. എന്നാൽ പഞ്ചശുദ്ധികളായ ശരീരശുദ്ധി, ആഹാരശുദ്ധി, മനഃശുദ്ധി, വാക്ശുദ്ധി, കർമ്മശുദ്ധി എന്നിവ പരിപാലിക്കണമെന്നും 10 ദിവസത്തെ വ്രതം മതിയെന്നും പറഞ്ഞു. വിലയേറിയ വസ്ത്രങ്ങളൊന്നും വേണ്ട. ഉപയോഗിച്ച് ശുചിയാക്കിയ വെള്ള വസ്ത്രം, മഞ്ഞളിൽ മുക്കിയെടുത്തുണ്ടാകുന്ന മഞ്ഞ നിറം. മഞ്ഞൾ നല്ലൊരു അണുനാശിനി കൂടിയാണെന്ന് ഗുരു നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അതുപോലെ രാത്രിയും പകലും പ്രകാശപൂരിതമായ മഞ്ഞ നിറമാണ് തീർത്ഥാടനത്തിൻ്റെ നിറമായി ഗുരുദേവൻ വിഭാവനം ചെയ്തത്. തീർത്ഥാടന യാത്ര ആർഭാടങ്ങളും ആഡംബരങ്ങളും ഒഴിവാക്കി വിനീതമായിട്ടും സമാധാനപരവുമായി വേണം നടത്തേണ്ടത്. ഈശ്വര സ്തോത്രങ്ങൾ ഭക്തിയിൽ ചൊല്ലുന്നത് നന്നായിരിക്കുമെന്നും അരുൾ ചെയ്തു. 1932 ഡിസംബറിലാണ് ആദ്യ തീർത്ഥാടനം ആരംഭിക്കുന്നത്. ഇലവുംതിട്ടയിൽ നിന്നുള്ള 5 പേരാണ് ആദ്യ തീർത്ഥാടകരായി ശിവഗിരിയിൽ എത്തിയത്. ഡിസംബർ 30, 31, ജനുവരി 1 എന്ന ക്രമത്തിലാണ് തീർത്ഥാടകരുടെ പ്രവാഹം ഉണ്ടാകുന്നത്. ഡിസംബർ 31 ഘോഷയാത്രയാണ് ചടങ്ങുകളിൽ ഏറ്റവും പ്രധാനം. ഇപ്പോൾ അടുത്ത കാലത്തായി ഡിസംബർ 15 മുതൽ ജനുവരി 5 വരെ തീർത്ഥാടകരുടെ പ്രവാഹവും ധാരാളമായുണ്ട്. ശിവഗിരി തീർത്ഥാടനത്തിൻ്റെ ഉദ്ദേശ്യങ്ങൾ വിദ്യാഭ്യാസം, ശുചിത്വം, ഈശ്വരഭക്തി, സംഘടന, കൃഷി, കച്ചവടം, കൈത്തൊഴിൽ, ശാസ്ത്ര സാങ്കേതിക പരിശീലനങ്ങൾ എന്നിവയിൽ വിദഗ്ധരായവരെ ക്ഷണിച്ചു കൊണ്ടുവന്ന് പ്രഭാഷണങ്ങൾ നടത്തി പുതിയ പുതിയ അറിവുകൾ നേടുകയും അവ ജീവിത രീതിക്ക് ഉപയോഗപ്രദമായി ഉപയോഗിക്കുകയും ചെയ്യുക എന്നതാണ് ഗുരു ഉദ്ദേശിച്ചത്. ഇതിൽ നിന്നും നേടിയെടുത്ത അറിവ് വീട്ടിലുള്ളവർക്കും നാട്ടിലുള്ളവർക്കും പറഞ്ഞു കൊടുക്കണമെന്നും നിഷ്കർഷിച്ചു. ഗുരു പറഞ്ഞ 8 വിഷയങ്ങളിലുള്ള വിദഗ്ധരുടെ പ്രഭാഷണങ്ങൾ മൊത്തം സമൂഹത്തെ മാറ്റിമറിക്കാനും നേർവഴിക്ക് നയിക്കാനും കഴിയും എന്ന ദീർഘവീക്ഷണം ഒരു ജ്ഞാനിയായ യോഗിക്ക് മാത്രമേ നൽകാൻ കഴിയൂ. അതുപോലെ തന്നെയാണ് വിദ്യ കൊണ്ട് പ്രബുദ്ധരാകാനും സംഘടന കൊണ്ട് ശക്തരാകാനും ഉപദേശം നൽകിയത്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്, മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് പറഞ്ഞ ലോകത്തിലെ ഒരേ ഒരു ഗുരുശ്രേഷ്ഠൻ, ഏകലോക സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവായ ഒരേ ഒരു ഋഷിവര്യൻ വിശ്വഗുരുവായ ശ്രീനാരായണൻ മാത്രമാണ്. അയലു തഴപ്പതിനതിപ്രയത്നം നയമറിയും നരനാചരിച്ചിടേണം എന്ന് നമ്മെ പഠിപ്പിച്ച ഗുരു അറിവിൻ്റെ അഗാധ പാണ്ഡിത്യവും കവിത്വവും ദാർശനികനും ഒരു സമൂഹത്തെ തന്നെ മാറ്റിമറിച്ച സാമൂഹിക പരിഷ്കർത്താവുമായ ഋഷിവര്യൻ ശ്രീനാരായണ ഗുരുവല്ലാതെ മറ്റാരുമില്ല. ചതുർവിധ യോഗങ്ങളായ ഭക്തി, ജ്ഞാന, രാജ, കർമ്മയോഗങ്ങളുടെ സമന്വയ ഭാവം ഗുരുദർശനത്തിൽ കാണാൻ കഴിയും. അനേകം ഋഷിവര്യന്മാരുടെ നാടാണ് ഭാരതം. ഭ്രാന്താലയമായ ഒരു നാടിനെ തീർത്ഥാലയമായി മാറ്റിയ ശ്രീനാരായണ ഗുരു ആ പരമ്പരയിൽ അത്യുന്നത സ്ഥാനത്തുള്ളവരിൽ ഒരാളാണ്. വിശ്വഗുരുവിൻ്റെ അഗാധ പാണ്ഡിത്യം മനസ്സിലാക്കിയ ടാഗോർ തൻ്റെ ഭാരത പര്യടനത്തിനിടയിൽ ശ്രീനാരായണ ഗുരുവിന് തുല്യനായ മറ്റൊരു മഹാത്മാവിനെ മറ്റൊരിടത്തും കാണാനായില്ല എന്ന് പറയുകയുണ്ടായി. മാനവികതയുടെ മഹാസന്ദേശം നൽകിയ ആ വിശ്വദർശനം ഇന്നത്തെയും നാളത്തെയും ദർശനമാണ്. കർമ്മനിരതജ്ഞാനിയായ ആ യുഗപുരുഷൻ അന്തരിന്ദ്രിയങ്ങളെയും ജ്ഞാനേന്ദ്രിയങ്ങളെയും കർമ്മേന്ദ്രിയങ്ങളെയും ഉപാധിയാക്കി കർമ്മം ചെയ്തു. ഈ മഹായോഗിയുടെ ദർശനങ്ങൾ മനുഷ്യകുലം ഈ ഭൂമിയിൽ നിലനിൽക്കുന്ന കാലത്തോളം പ്രസക്തമാണ്. മനുഷ്യരെല്ലാം ഒന്നായ മതത്തിനുടമയായ ശ്രീനാരായണ ഗുരുദേവൻ
എന്ന ആ ധന്യാത്മാവ് ഉഴുതുമറിച്ച ഈ പുണ്യഭൂമിയിൽ ജാതി മതങ്ങൾക്കതീതമായ ഒരു നവലോകം, ഒരു മാനവീയതയുടെ ലോകം ഉദയം ചെയ്യട്ടെ.